ഹായ് ഹലോ നമസ്കാരം. മുത്താശ്ശാരി റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ പടമാണ് മുത്താശ്ശാരി. ഈ സിനിമയെക്കുറിച്ച് എല്ലാ ആളുകൾക്കും നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് വലിയൊരു അറിവ് ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ഒരു ചെറിയൊരു സിനിമയാണ്. ഈ സിനിമ ആ, ഞാൻ ഈ സിനിമ കണ്ടത് പെരിന്തൽമണ്ണ വിസ്മയ എന്ന് പറഞ്ഞൊരു തിയേറ്ററിലാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്റർ തന്നെ. ഇത് ഒരുപാട് തിയേറ്ററിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ സിനിമയുടെ ഞാൻ കാണാനായിട്ടുള്ള എനിക്ക് പ്രത്യേകിച്ച് ഇത് കാണാൻ തോന്നി ഇതൊരു ജോണറാണ്. ഇതൊരു ഡ്രാമ ജോണറാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഈ ഡ്രാമ എന്ന് പറഞ്ഞാൽ അറിയാലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള സിനിമയ്ക്ക് ഉണ്ടായിരിക്കാം, എല്ലാവർക്കും ഇത് ദഹിക്കണം എന്നില്ല. ഈ സിനിമ ഡയറക്ടറായിട്ടുള്ളത് സുരേഷ് ഇരിങ്ങല്ലൂർ. അദ്ദേഹം സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം ഇതുപോലെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം. പ്രൊഡ്യൂസറായിട്ടുള്ളത് ഡോക്ടർ വേണുഗോപാലൻ ആൻഡ് പി സുശീല. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സജിത് ശങ്കർ. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുള്ളുവൻ പാട്ടിൻ്റെയൊക്കെ ഒരു സ്കോറൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ. ഈ വേണുഗോപാലൻ, ഡോക്ടർ വേണുഗോപാലൻ, അദ്ദേഹമാണ് ഈ സിനിമയിൽ നായകനായിട്ടും അഭിനയിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണക്കാർക്കൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, സീനിയർ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് ഞാൻ പറയാം. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഇതിൽ ഭരതൻ, രാമകൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് സ്നേഹിതന്മാരുടെ കഥയിലൂടെ പറഞ്ഞു പോകുന്ന സാമൂഹ്യ പ്രസക്തിയുള്ള കലാന്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന കുറച്ച് എലമെൻസുകൾ ഈ സിനിമയിൽ പലപ്പോഴും പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾക്ക് അറിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇലകൾ പച്ച എന്ന് പറയുന്ന ഒരു സംഘടന, അവർ സമൂഹത്തിനു വേണ്ടി, സമൂഹത്തിലെ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും വേണ്ടി സംരക്ഷണ മനോഭാവമുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു എന്താ പറയുക, ഒരു നെടുന്തൂണാണ് ഭരതൻ. ആ ഭരതൻ മരണപ്പെടുന്നതും അതിൽ രാമകൃഷ്ണൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനുണ്ടാവുന്ന കുറച്ച് ഒരു സാമൂഹിക ബുദ്ധിമുട്ടുകളൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന പരിപാടി തന്നെയാണ്. സാധാരണ പ്രകൃതി എന്ന് പറയപ്പെടുന്നത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതല്ല, ഒരുപാട് ജീവജാലങ്ങളെ കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവിനപ്പുറം അവയെ സംരക്ഷിക്കേണ്ട ഒരു കടമ കൂടി മനുഷ്യന്മാർക്കുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഇലകൾ പച്ച എന്നുള്ള സംഘടനയിലൂടെ മുത്താശ്ശാരി എന്നുള്ള സിനിമ. ഈ സിനിമയിലും അദ്ദേഹം ഒരു ആശാരിയായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം നാട്ടിലെല്ലാം ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം എല്ലാവർക്കും നല്ലത് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർ ഒരുപാട് പൈസയൊന്നും വാങ്ങാത്ത രീതിയിലുള്ള ഒരു സാധാരണപ്പെട്ട ഒരു മൂത്താശാരി. നമ്മൾ കുറ്റിയടിക്കാൻ വിളിക്കുന്ന ആശാരിമാരെ വിളിക്കുന്ന പോലെ നമ്മൾ കിണർ കുത്താൻ നമ്മൾ ആശാരിമാരെ വിളിക്കാറുണ്ട്. പലരും വിളിക്കാറുണ്ട്, വിളിക്കാതിരിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. അപ്പോൾ അങ്ങനെ ഒരു ആ ക്യാരക്ടർ പിടിച്ചുകൊണ്ടാണ് ഇതിലെ ഒരു നടനായിട്ടുള്ള നമ്മുടെ വേണുഗോപാലൻ അദ്ദേഹം ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്കറിയാം, ഒരു ചേഞ്ചറായിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഫിസിക്കലി പുള്ളിക്കാരുടെ പരിപാടി അത് കിട്ടില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഈ കുറേ അഭിനയിച്ച് മരിക്കുന്നതല്ല, പുള്ളിക്കാരൻ്റെ ഡപ്പിങ്, അദ്ദേഹത്തിൻ്റെ മോഡുലേഷൻ, ഫിസിക്കലിയുള്ള ആറ്റിറ്റ്യൂഡുകൾ, പുള്ളിക്കാരൻ്റെ നടത്തം. ആക്ച്വലി അദ്ദേഹത്തിന് ഈ പുരുകനടക്കം പല സീൻസിലും ഞാൻ ശ്രദ്ധിച്ചു. കറക്റ്റ് അത് വൈബ്രേറ്റ് ചെയ്ത് അത് നമുക്ക് പ്രായത്തിനനുസരിച്ച് നമുക്ക് പെർഫോം ചെയ്യാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പലപ്പോഴും ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണനൊക്കെ എനിക്ക് പലപ്പോഴും മിസ് ചെയ്തു. കാരണം ചില സീൻസിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ്സിലൊക്കെ ചില തോട്ടുകൾ നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിലൂടെയാണ് ആ ഒരു സിനിമയിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്നത്. അദ്ദേഹം ഡയലോഗ് പറയുന്നുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ അദ്ദേഹം വയസ്സായി അല്ലെങ്കിൽ ഒരു പ്രായം ചെന്നൊരു മുത്താശ്ശാരിയാണെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാച്ചന്തം, കൂട്ടുകാരൻ, ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വേവലാതി, അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഈ സിനിമയിൽ നന്നായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഫൈറ്റ് ചെയ്യാണ്, പ്രകൃതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. കാക്കകൾക്കും പൂച്ചകൾക്കും ഇല്ലെങ്കിൽ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ അദ്ദേഹം വെള്ളം കൊടുക്കുന്നു, അവയെ സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയുള്ളൊരു ജോണറിലാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ ഇതിന് എപ്പോഴും ഒരു ഓപ്പോണൻ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അറിയാം, ഒരുപാട് ക്രഷറുകളുണ്ട്, കോറികളുണ്ട്, പലതുമുണ്ട്. പക്ഷേ പലതിനും ലൈസൻസ് ഇല്ലാതെ പല കോറികളും പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തുകളിലായാലും മുനിസിപ്പാലിറ്റികളിലായാലും നമ്മൾ പലതും അറിയുന്നില്ല പല കാര്യങ്ങളും. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ നാട്ടിൽ ദേശമംഗലം എന്നുള്ളൊരു സ്ഥലത്ത് ലക്ഷം വീടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അതിന് മുകളിലായിട്ടൊരു കോറിയുണ്ട്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് അവിടെ കണ്ടിട്ടില്ല. പക്ഷേ അവിടെയൊക്കെയുള്ള അതിൻ്റെയൊക്കെ ഒരു ഫ്യൂച്ചറിലെ കോൺസിക്വൻസിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോവും. പക്ഷെ നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി ചിന്തിക്കാൻ നമ്മൾ ക്രാന്തദർശിയൊന്നുമല്ല. പക്ഷേ
അതൊക്കെ എത്രമാത്രം ഇനി ഭാവിയിൽ നമ്മുടെ തലമുറയ്ക്കൊക്കെ എത്രമാത്രം അതിൻ്റെ ഒരു പരിണിത ഫലം ഏൽക്കും എന്നത് നമുക്കൊരിക്കലും അറിയില്ല. പക്ഷെ അങ്ങനെയുള്ള ഈ കോറിയലുടെയും ക്രഷറിൻ്റെയൊക്കെ അത് ഒരു കാര്യത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അത്യന്താപേക്ഷിതമായിരിക്കാം. എങ്കിൽ പോലും അതിനൊക്കെ ഒരു 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 പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാനായിട്ടും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ആ ഒരു തോട്ട് ഞാൻ പറഞ്ഞു വന്ന ആ ഒരു തോട്ടാണ് ഈ മുത്താശ്ശേരി എന്നുള്ള സിനിമ അദ്ദേഹം ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. സുരേഷ് മെയ്ക്ക് ചെയ്തിരിക്കുന്നത് നന്നായി മെയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കോറിലൊക്കെ ഇടയ്ക്ക് പുള്ളോമ്പാട്ടൊക്കെ അത് ഭയങ്കര രസമാണ്. പുള്ളോമ്പാട്ടൊക്കെ സിനിമകളിൽ മാത്രമല്ല നമ്മുടെ നിത്യ ജീവിതത്തിൽ പോലും പലപ്പോഴും കാണുന്നില്ല. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ മനുഷ്യ വികാരങ്ങളുടെ അവരുടെയൊക്കെ ഒരു മായാതലങ്ങളിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ആ സിനിമയുടെ ഒരു ജോണർ. അത് ഭയങ്കര രസമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആസ് എ പെർഫോമൻസ് വേണുഗോപാൽ അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയൊക്കെ അക്കാദമിക്കലായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത്, ഇതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അറിയാം ചെറിയ ബഡ്ജറ്റ് ആയിരിക്കാം, പക്ഷേ എങ്കിൽ പോലും വെറുതെ പൈസ ഇല്ലാതെ വെറുതെ തന്നെ അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇന്ന് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള ഒക്കെ പോകുന്നു ഇഷ്ടം പോലെ. അപ്പോൾ നല്ല ക്യാരക്ടറൈസേഷനെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിക്കുക. ഇതിലൊരു ആക്ട്രസ് ഉണ്ട്, ആ പുള്ളിക്കാരത്തിൽ നിന്ന് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഡബ് ചെയ്യാനെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ടോട്ടലി കുറച്ച് കുട്ടികളൊക്കെ രസമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി സിനിമ ഓക്കെ പടമാണ്. പക്ഷേ ഇത് ഞാൻ എല്ലാവർക്കും കാണണം എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു ജോണർ, ഡ്രാമ എന്നുള്ള ജോണർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 2 മണിക്കൂറിനടുത്ത് 1.25 മണിക്കൂറിനടുത്തുള്ള ഒരു സിനിമയാണത് മുത്താശ്ശേരി. അപ്പോൾ ട്രൈ ചെയ്യാം. താങ്ക് യു.